ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തമ്പനയിലും ടൈറ്റിലും കണ്ടപ്പോൾ മനസ്സിലുണ്ടാവും. നമ്മൾ ഇന്ന് ഷോപ്പിംഗ് ലാസ്റ്റ് ഫൈനൽ ഒരു കലാശം ഷോപ്പിങ്ങിന് വേണ്ടി പോവാണ് കേട്ടോ. മെയിൻ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ നമ്മൾ എടുത്തില്ല, അതെടുക്കാനാണ് വേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും, നമുക്ക് വളകാപ്പിന്, അതായത് ഈ സീമന്തം 7th month സെറമണിക്ക് വേണ്ടിയിട്ട് നമുക്ക് വള ആവശ്യമുണ്ടല്ലോ, അത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ വാങ്ങാനായിട്ട് നേരെ നമ്മുടെ തൃപ്പൂണിത്തുറയിലല്ല, നവനീതിയിലാണ് പോയത്. അവിടെ അത്യാവശ്യം കളക്ഷൻ ഉണ്ടായിരുന്നതാണ്. ഞാൻ ചെന്ന സമയത്ത് എൻ്റെ അളവിനുള്ളതുണ്ട്, ഇല്ല എന്തായാലും കളറുകളും കുറവായിരുന്നു, എല്ലാം സ്റ്റോക്ക് ഔട്ടായി സമയമായിരുന്നുണ്ട്. അപ്പം പിന്നെ ഉള്ളതൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ തൊട്ടടുത്ത് തന്നെ ശോഭാസ് ഉണ്ട്, അവിടെ വളകളുടെ മാത്രം ഷോപ്പ് ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് എല്ലാ തരം സാധനങ്ങളും കിട്ടും. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് പാർക്കിംഗ് കുറച്ച് പ്രശ്നമായതുകൊണ്ടാണ് ഞാൻ നേരെ ആദ്യം അങ്ങോട്ട് പോയത്. അപ്പോൾ അവർ തന്നെ പറഞ്ഞു ശോഭാസിൽ ഉണ്ടാകും, ശോഭാസിൽ നോക്കിക്കോ എന്ന് പറഞ്ഞ് അങ്ങനെ ചെന്ന് ശോഭാസിൽ നിന്ന് നമ്മൾ കുറച്ച് വളയും കാര്യങ്ങളും വാങ്ങി. പിന്നെ നമുക്ക് ഈ ചന്ദനം അതുപോലത്തെ പൂജയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ വേണമായിരുന്നു. അപ്പോൾ ചന്ദനവും കുങ്കുമവും തൊട്ടടുത്തുള്ള അങ്ങാടി കടയിൽ നിന്ന് വാങ്ങി കേട്ടോ. ഇത് നെക്സ്റ്റ് ഡേ ആണ്. നമ്മൾ നമ്മുടെ സീമന്തത്തിന് വേണ്ടിയുള്ള ഡ്രസ്സ് എടുക്കാൻ പോവാണ് കേട്ടോ. വിൻറ്റേജ് ബൈ കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിലാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഓൾറെഡി നമ്മുടെ കല്യാണ സാരി ഇടുന്നത് നമ്മൾ ഇതിന് മുന്നത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഷോപ്പിംഗ് വ്ളോഗിൽ. അപ്പോൾ അതിന് വേണ്ടി ബ്ലൗസ് നമ്മൾ മെറ്റീരിയൽ എടുക്കാൻ പോയത് നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ കണ്ടില്ലെങ്കിൽ കണ്ടു നോക്കണം കേട്ടോ. ഒരു ഷോപ്പിംഗ് വീഡിയോയും കൂടി ഉണ്ട്, അത് ഞാൻ എന്തായാലും ടാഗ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കണം. അപ്പോൾ നമ്മൾ ഡിസൈനറെ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇതാണ് നമ്മുടെ ഡിസൈനർ. അപ്പോൾ ഫുൾ വർക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ നിങ്ങളോട് സ്ക്രീനിൽ കൊടുക്കാന്ന് പറഞ്ഞിട്ട് കൊടുത്തില്ല. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. നല്ല ഹെവി ആയിട്ടുള്ള ബ്ലൗസാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, കൂട്ടത്തിൽ ഒരു ദുപ്പട്ടയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഭയങ്കര സ്റ്റൈല്, ഇപ്പം സ്റ്റൈലല്ലേ, ഇപ്പോൾ ഭയങ്കര ട്രെൻഡ് അല്ലേ ഇങ്ങനെ സാരിയുടെ കൂടെ ഒരു ദുപ്പട്ട സ്റ്റൈൽ ചെയ്യുന്നത്, ഒരു റോയൽ ഫിനിഷ് പോലെ. അപ്പം എനിക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ ആഗ്രഹങ്ങളൊന്നും ഈയിടക്കൊന്നും നടത്താൻ പറ്റില്ല. അപ്പോൾ ഞാൻ വെച്ച് ഇത്തവണ എല്ലാം അങ്ങോട്ട് നടത്തിയേക്കാന്ന് വിചാരിച്ചു കേട്ടോ. കൂട്ടത്തിൽ കിച്ചാമിൻ്റെ കുർത്തയും അവർ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ മെൻസിൻ്റെ കുർത്തയും ചെയ്യും കേട്ടോ. അടിപൊളിയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഇത് ഇട്ടിട്ട് കാണിച്ചിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കറക്റ്റ് അവർ ഒരു ഒരു എന്താ പറയുക, ഒരു തിരുത്ത് പോലും നമുക്ക് അവരോട് പറയാനുണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു ഹൈലൈറ്റ്. കറക്റ്റ് നമ്മുടെ ബോഡിയിൽ വെച്ചടിച്ച പോലെ ആയിരുന്നു സംഭവം ഉണ്ടായിരുന്നത്, അടിപൊളിയായിരുന്നു. ഇത് കിച്ചാമിൻ്റെ കുർത്ത നോക്കിയേ, എനിക്ക് ഇത്രയും ഇഷ്ടപ്പെട്ട ഒരു കുർത്ത കിച്ചാമൻ വേറെ ഇട്ടിട്ടില്ല എന്ന് തന്നെ പറയാം കേട്ടോ. നമ്മൾ റെഡിമെയ്ഡൊക്കെ വാങ്ങുമ്പോൾ എന്താ പറയാ, ആ ഒരു ഇതല്ല, ഇത് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ കളറും ഡിസൈനും വർക്കും എല്ലാം. നമ്മൾ കറക്റ്റ് വെച്ചടിച്ച പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഫ്രണ്ടിൽ എൻ്റെ സാരിക്ക് മാച്ച് ചെയ്തിട്ട് ഇങ്ങനത്തെ കുറച്ച് റെഡിൻ്റെ ഒരു ഹൈലൈറ്റ് ഒക്കെ ഉണ്ടായിട്ടോ. പിന്നെ ആള് ഞങ്ങളൊക്കെ ആയിട്ട് നല്ല കമ്പനിയാണ്. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് ആളുടെ കൂടെ കത്തിയൊക്കെ അടിച്ച് ഞങ്ങൾ സാധനമൊക്കെ വാങ്ങിയിട്ട് നമുക്ക് ഒരുപാട് ഷോപ്പിംഗ് പരിപാടി ഉള്ളതുകൊണ്ടിട്ട് നേരെ സാധനം വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി. ഇവരുടെ എല്ലാവരുടെയും പേജ് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാരി ഡ്രൈ വാഷ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങണമായിരുന്നു. നമ്മുടെ പുതിയാവില് അമ്പലത്തിന്റെ തൊട്ടടുത്തായിട്ടൊരു ഷോപ്പുണ്ട്, അപ്പോൾ അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ കുറേ സ്ഥലത്ത് ചോദിച്ചപ്പോൾ കുറേ ഡിലേ പറഞ്ഞു ചെയ്യാൻ. ഇവർ അത്യാവശ്യം പെട്ടെന്ന് തന്നെ ചെയ്തു തന്നു കേട്ടോ. അവിടെ ഡ്രൈ വാഷ് മാത്രമല്ല കേട്ടോ, സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും അങ്ങനെ എന്തൊക്കെയോ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഡ്രൈ വാഷും ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ലതായിരുന്നു. കാരണം നമ്മുടെ സാരി അന്ന് കല്യാണത്തിന് കൊടുത്തിട്ട് ഞാൻ നിറച്ച് പിന്നൊക്കെ കുത്തിയിട്ട് മടക്കും തേച്ചിട്ടൊക്കെ കണ്ടിട്ട് ആ ഒരു മടക്കൊക്കെ ഉണ്ടായല്ലോ. അപ്പോൾ ഞാൻ എല്ലാം നല്ലോണം ചെയ്യണമെന്നുണ്ട്. അവർ ഭയങ്കര കാര്യമായിട്ട് എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കളക്ട് ചെയ്യാനായിട്ട് മെയിനായിട്ട് നമുക്ക് ഉള്ളത്, സാരി ഇല്ലാണ്ട് നമ്മൾ ഈ ബ്ലൗസ് മാത്രം ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ അതും വാങ്ങി. പിന്നെ നമുക്ക് പൂ വേണമായിരുന്നു. നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റിനോട് ചോദിച്ചപ്പോൾ 9 മുഴം പൂ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പൂക്കടയുണ്ട്, അവിടെ പോയിട്ട് പൂ പറഞ്ഞു വെച്ചു കേട്ടോ. പിന്നെ ഈ പൂ മാത്രമല്ല, നമുക്ക് ഇങ്ങനെ എല്ലാവരും വരുമ്പോൾ നമ്മൾ ചന്ദനവും കുങ്കുമോ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് വളയൊക്കെ ഇട്ട് തന്നിട്ട് കുറച്ച് പൂവിട്ട് നമ്മളിങ്ങനെ അനുഗ്രഹിക്കില്ലേ, അപ്പോൾ അതും വേണമെന്ന്. ഇങ്ങനെ ലൂസായിട്ട് നമ്മൾ ഈ ഓണത്തിനൊക്കെ വാങ്ങില്ലേ, അപ്പോൾ അതും വേണമായിരുന്നു കേട്ടോ. അപ്പം ഇപ്പൊ പൂവിനൊക്കെ ഭയങ്കര വിലയാ, 90 രൂപയായിട്ട് പറഞ്ഞു വില, നല്ല വിലയുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ആവശ്യമുള്ളതുകൊണ്ട് നമ്മളത് ബുക്ക് ചെയ്തു കേട്ടോ. പിന്നെ കിച്ചാമിന് മുണ്ടും ചെരുപ്പും വാങ്ങണമായിരുന്നു. മുണ്ട് മേടിക്കാൻ പോയ വീഡിയോ ഞാൻ എടുക്കാൻ പറഞ്ഞു. ചെരുപ്പ് മേടിക്കാനായിട്ട് നമ്മൾ ബാറ്റല പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നാളായി ഞാൻ പറയണു, അത്യാവശ്യം നല്ല ചെരുപ്പ് മേടിക്കണം, നന്നായിട്ടുള്ള ഒരു മുണ്ടിനെ കൂടിടാൻ പറ്റിയ ചെരുപ്പ് മേടിക്കണം. എപ്പോഴും ഈ ക്രോക്സും അങ്ങനത്തെ ഷൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനത്തെ ഒരു നല്ല ചെരുപ്പ് ഇല്ല ആൾക്ക്. അപ്പം ഞാൻ എന്തായാലും നമുക്ക് പോയിട്ട് ചെരുപ്പ് എന്തായാലും വാങ്ങണമെന്ന് പറഞ്ഞു. ഇപ്പോൾ പുള്ളി പറഞ്ഞ് കല്യാണത്തിനടുത്ത് ചെരുപ്പുണ്ടല്ലോ, എനിക്കാണ് എല്ലാത്തിൻ്റെ കൂടെ അത് വേണം ഇത് വേണമെന്ന്. പുള്ളിക്ക് അങ്ങനത്തെ നിർബന്ധങ്ങളൊന്നുമില്ല, എന്താ ഉള്ളത് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും എന്നുള്ള ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ മുണ്ടിൻ്റെ കൂടെ നന്നായിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണേ. അത് കഴിഞ്ഞ് നമുക്കിനി ഒരു ഷൂട്ടും കൂടി ഉണ്ട്. അതായത് നമ്മുടെ കല്യാണം നമ്മുടെ സീമന്തം വീട്ടിൽ ഫംഗ്ഷൻ നടത്തില്ലേ, ആ സമയത്ത് എൻ്റെയും കിച്ചാമ്മൻ്റെയും സെപ്പറേറ്റ് ഫോട്ടോസൊക്കെ എടുക്കും. പുറത്ത് ഒരു നല്ല ലൊക്കേഷനിൽ പോയി എടുക്കാനുള്ള സമയമില്ലല്ലോ, അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു ദിവസം കൂടി ഷൂട്ട് ചെയ്യാമെന്ന് നമ്മുടെ ഫോട്ടോഗ്രാഫി ടീം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അന്ന് നമുക്ക് റെൻ്റൽ ജുവലേഴ്സ് ഇടാം. മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ കല്യാണം കഴിച്ച് എങ്ങനെയാണോ നമ്മുടെ ഹസ്ബൻഡ് വീട്ടിലേക്ക് കയറി വന്നത് അതുപോലെ വേണം നമ്മുടെ പ്രസവത്തിന് വേണ്ടിയിട്ട് തിരിച്ചു പോകാൻ. അപ്പോൾ നമ്മളെല്ലാം റിയൽ ഗോൾഡും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പോകാൻ അങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഷൂട്ട് സമയത്ത് നമുക്ക് റെൻ്റൽ ജുവലേഴ്സ് കാര്യങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഞാൻ അതെടുക്കാൻ പോവാണ്. ഇനി ഞങ്ങളുടെ അവിടുത്തെ കുറച്ച് പ്രകടനങ്ങൾ കണ്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നീതിയും ഞാനും
ഭയങ്കര ഒരു ക്ലോസ്, നമുക്കൊരു ഫാമിലി ഫീൽ ആണ് കേട്ടോ അവിടെ ചെല്ലുമ്പോഴേക്കും. അതുകൊണ്ട് ഞാൻ അവിടെ ചെന്ന് ഫുൾ കച്ചർ പരിപാടി ആയിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ എന്തൊക്കെ എടുത്തെന്ന് കണ്ടിട്ട് പോയോ. സൗണ്ട് പറഞ്ഞു അലറിക്കൊണ്ടിരുന്നതാട്ടോ. ഞാൻ വേറൊരെണ്ണം നോക്കിയില്ലേ, ഇത് എന്റെ തലയിൽ അവൾ കെട്ടിച്ചമത്ത് തരാ. ഈ ചേച്ചി ഇത് കൊണ്ടുപോയിക്കുന്നു, എക്സ്ട്രാ ഡിസ്കൗണ്ട് എന്തെങ്കിലും ഉണ്ടെന്നില്ലേ, എന്തെങ്കിലും തുടങ്ങിയിട്ടില്ല. സിംഗിൾ പീസ് ന്യൂ പ്രോഡക്റ്റ് പറയ് നല്ലതാണോ? ഉറപ്പിച്ചാ നീ നല്ലതാണ്. നമുക്കിനി എല്ലാം കൂടി സെറ്റ് ചെയ്യാം. എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കണ്ടു. ഇത്ര സാധനങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണേ. ഗോൾഡിന്റെ തന്നെ ഉണ്ട് ഇങ്ങനത്തെ, സാധാ ഗോൾഡിന്റെ ടൈപ്പ് അല്ല, ആന്റിക് ടൈപ്പ് കമ്മലൊക്കെ വാങ്ങി അതിന്റെ കൂടത്തെയാണ്. ഞങ്ങളല്ല പഠിക്കുന്നത്, പണിയോട് പറയുന്നു. അവിടെ വെക്ക്. അതൊക്കെ നേരത്തെ പതിഞ്ഞിട്ടുണ്ട്. വേദനിപ്പിച്ച ഞാനല്ല എന്റെ ഭാര്യയെ നീ എന്ത് ചെയ്തിടി? ഞാൻ ഒരു പാവമായോണ്ട് എന്നെ ഇങ്ങനെ എല്ലാരും അങ്ങനെ ഇത്രയും സാധനങ്ങളായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു സർവാഭരണ വിഭൂഷികയായിട്ടാണ്. എനിക്ക് അവർ തന്നെ കേട്ടോ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗോൾഡ് അല്ല, റെഡ് സാരി ആയതുകൊണ്ടിട്ട് ഗ്രീൻ ഇങ്ങനെ ഒരു ഹൈലൈറ്റ് വരുമ്പോൾ നന്നായിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കമ്മല്, മാല, മാട്ടി, നെറ്റിച്ചുട്ടി, ലോങ് ചെയിൻ, ഹിപ്പ് ചെയിൻ, അങ്ങനെ എല്ലാ സാധനവും, വള, എല്ലാ സാധനവും നമ്മൾ അവിടെ നിന്ന് തന്നെയായിട്ട് എടുത്തത്. ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. കിഡിലൻ എന്ന് പറഞ്ഞാൽ കിഡിലൻ കളക്ഷൻസ് ആണ്. ഇപ്പം വന്നെ എല്ലാത്തരം ട്രെൻഡി സാധനങ്ങളും അവിടെ ഉണ്ടാവും കേട്ടോ. എല്ലാം റെന്റലാണ് കേട്ടോ. അവിടെ സെയിൽ വളരെ കുറവാണ്. കാഞ്ചീപുരം സാരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവർ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ബാക്കി എല്ലാം റെന്റലാണ്. നമ്മൾ ഒരുപാട് പേർക്ക് ഇപ്പം ഇതുപോലെ സാരിയും ഓർണമെന്റ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തവരുണ്ട്. അപ്പോൾ ചിലവർക്ക് ഇങ്ങനെ വാങ്ങി അതും കാശ് കളയാൻ താല്പര്യമില്ലാത്തവരുണ്ട്. അങ്ങനെയൊക്കെയുള്ളവർക്ക് ബെസ്റ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ ബെസ്റ്റ് സ്പോട്ടാണ് കേട്ടോ ഈ ഒരു നീതി. ഇത് നമ്മുടെ തൃപ്പൂണിത്തുറ SN ജംഗ്ഷനിലായിട്ടാണ് വരുന്നത്. ഞാൻ അവരുടെ ലൊക്കേഷനും ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. അവർക്ക് ഇൻസ്റ്റാഗ്രാമിലും പേജ് ഉണ്ട് കേട്ടോ. പിന്നെ അവിടുത്തെ കസ്റ്റമർ സർവീസ് ടോപ്പ് നോച്ച് ആണ്. എനിക്ക് എൻ്റെ എല്ലാ ആൾക്കാരിലും കസ്റ്റമർ സർവീസ് ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം നമ്മളൊക്കെ ചെല്ലാനും അവരോട് പെരുമാറാനൊക്കെ ഉള്ള ഒരു ഇത് വേണമെങ്കിൽ അവരുടെ കസ്റ്റമർ സർവീസ് നല്ലതായിരിക്കണമല്ലോ. കിടിലൻ